ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാമാരെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക, നമ്മുടെ ഇന്നത്തെ കൊനാമിയുടെ അപ്ഡേറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയുക നിങ്ങളുടെ ജസ്റ്റ് കമന്റ് നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. കാരണം എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ കൊനാമിന്റെ ഇന്നത്തെ പ്രതീക്ഷകളിലെല്ലാം നമ്മുടെ ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ എന്തായാലും നമ്മുടെ യമാന്റെ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ അംബാസഡർ പാക്ക് ആയതുകൊണ്ട് തന്നെ യമാലൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ പ്ലേ വീഡിയോ ചെയ്യുന്നില്ല, ഓൾറെഡി നിങ്ങൾ ഇന്നലെ തന്നെ കണ്ടിട്ടുണ്ടാവും മച്ചാമാരെ. ഞാൻ ഇന്നലെ ലൈവ് വെച്ചില്ലായിരുന്നു 8 മണിക്ക്. അപ്പോൾ ഉറപ്പായിട്ട് ഇന്ന് നൈറ്റ് ലൈവ് വരുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുള്ളൂ. അപ്പോൾ മച്ചാമാരെ നമ്മുടെ പുതിയൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി ഞാൻ ലിങ്ക് എന്താ പറയുക അടി കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റിൽ പോയിട്ട് എന്താ പറയുക നമ്മുടെ ആ ഒരു ചാനൽ കൂടെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ മച്ചാമാരെ, ഉറപ്പായിട്ട് ഞാൻ എന്താ പറയുക വീഡിയോ ക്ലോസ് ചെയ്യാണ്. കാരണം ഓൾറെഡി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇന്നലെ എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ടതുകൊണ്ടാണ് ഇന്നലെ ലൈവ് നിർത്തിയാട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോഴും കുറച്ച് എന്താ പറയുക നെറ്റ്വർക്കിന്റെ പ്രശ്നം കാരണമാണ് ഓൾറെഡി എന്താ പറയുക ആ ഒരു പ്രശ്നം വരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ ആരും പേടിക്കേണ്ട എന്തായാലും ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾ എന്താ പറയുക നമ്മളെന്തായാലും ഇപ്പൊ ഇന്ത്യ വിട്ട് പോകുന്നില്ല, നമ്മൾ ഇന്ത്യ തന്നെ യൂസറായി നിൽക്കുകയാണ്, ജപ്പാനിലേക്ക് മാറുന്നില്ല. കാരണം നമ്മുടെ ഇന്നലെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ലൈവിൽ പറഞ്ഞിരുന്നു കുറച്ചൊരു ജപ്പാൻ ആക്കാൻ പോവാന്ന്. അപ്പൊ എന്തായാലും നിങ്ങളെ ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ കമന്റിനനുസരിച്ച് നമുക്ക് എന്താ അറിയാൻ പറ്റും. കാരണം ബാക്കിയുള്ളവർക്കും കൂടെ അല്ലാണ്ട് എല്ലാവരും പെടാതെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുള്ളൂ കേട്ടോ മച്ചാമാരെ. അപ്പൊ ഞാൻ എന്താ പറയുക നമ്മുടെ ചാനലിൽ ആദ്യമായ ഒരു ഗീവ് അവേ നടത്താൻ പോവാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ എന്താ പറയാ ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ച് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ് ചെയ്തിട്ട് ഉറപ്പായിട്ട് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവർക്കും താങ്ക് യു ഗൈസ്. നമുക്ക് 8K അങ്ങനെ ആയിരിക്കണം, ഇനിയും നമുക്ക് മുന്നോട്ട് വേണം. 10K 20K അങ്ങനെ അടിച്ച് കയറണം. അപ്പൊ എല്ലാവരെയും സപ്പോർട്ട് ഇനിയും വേണം മച്ചാമാരെ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി എന്താ നിങ്ങൾ ഷോർട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മളെന്താ പറയുക എപ്പിക്ക് എടുക്കാൻ പോവാണ്, ഫ്രീ ട്രയൽ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ട്രിക്കും ഉണ്ട്. അതുപോലെ തന്നെ സാബി മാനേജർ നല്ലതാണോ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഉറപ്പായിട്ടും സെറ്റ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇന്നത്തെ ഗീവ് അവേ ഞാൻ പറയാൻ പോണ കാര്യം മച്ചാമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി എന്റെ സെക്കൻഡ് അക്കൗണ്ട് ഞാൻ വേണമെങ്കിൽ എന്താ പറയാ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്റെ സെക്കൻഡ് അക്കൗണ്ടിൽ റൂമി അത്യാവശ്യം നല്ല പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതായത് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഇടുന്ന വീഡിയോ 50,000 വ്യൂസ് ആക്കി കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഷെയർ ചെയ്ത് കമന്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ 50,000 വ്യൂസ് ആക്കി കഴിഞ്ഞാൽ ആക്കി സെറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക ആപ്പ് സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക ലൈക്കും കമന്റും ഷെയറും ചെയ്തവരെ ഞാൻ എന്താ പറയുക ഓട്ടോ ഡിറ്റക്ടർ സെറ്റ് ചെയ്തിട്ട് ഗീവ് അവേ സെറ്റ് ആക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വല്ല ഓഫറാണ്. കാരണം 50,000 വ്യൂസ് നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഉറപ്പായിട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാം ഞാൻ 2 പേർക്കാണ് ഇപ്പൊ സമ്മാനം സെറ്റ് ആക്കിയിരിക്കുന്നത്. അതായത് ഫസ്റ്റ് എന്റെ അക്കൗണ്ട് കൊടുക്കും, റൂമിയൊക്കെ ഉള്ള ഒരു അക്കൗണ്ടാണ്, സെക്കൻഡ് അക്കൗണ്ടാണ്. നിങ്ങൾക്ക് അറിയാം കൂടുതൽ ലൈവ് വന്നവർക്ക് സെക്കൻഡ് അക്കൗണ്ടിനെ പറ്റി അറിയുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അക്കൗണ്ട് ഞാൻ കൊടുക്കും ഫ്രീ ആയിട്ട്. പിന്നെ ഗൈസ് 400 കോയിൻ റെഡീം കോഡും കൊടുക്കും. അതായത് 400 കോയിനാണ്. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയാ നിങ്ങൾ അത്യാവശ്യം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് നമ്മുടെ ഈ ഒരു ചാനൽ അത്യാവശ്യം എന്താ പറയുക 50K ഈ ഒരു വീഡിയോക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്താ പറയുക ഓട്ടോ ഡിക്റ്ററിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഗീവ് അവേ വിന്നർ. ചിലപ്പോൾ 1 കിട്ടിയാൽ 2 കിട്ടിയാൽ നിങ്ങൾക്ക് 2 ലാഭമാണ്. കാരണം 400 കോയിനാണ് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ റെഡീം കോഡ് സെറ്റ് ആക്കുന്നത്. അപ്പൊ എന്താ പറയാ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും സെറ്റ് ആക്കുക ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ഇട്ട് കിടക്കുക ഗൈസ്. അപ്പൊ എന്താ പറയാ നിങ്ങൾ യമാനിലേക്ക് കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാട്ടോ മച്ചാമാരെ. എന്തായാലും 400 കോയിൻ റെഡീം കോഡ് ഞാൻ നിങ്ങളുടെ എന്താ പറയാ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇതിലൂടെ സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും യമാൻ അങ്ങനെ എത്തിയിരിക്കുകയാണ് മച്ചാമാരെ. അപ്പൊ ഞാൻ എന്താ പറയാ ഡീറ്റെയിൽസ് ഒന്നും നോക്കുന്നില്ല. എന്തായാലും നമ്മുടെ അടിപൊളിയായി യമാന്റെ ഒരു വീഡിയോ ഒക്കെ വെച്ചു ഞാൻ ഇപ്പോഴാട്ടോ ഗൈസ് ഓപ്പൺ ചെയ്ത് മച്ചാമാരെ. അപ്പൊ ഞാൻ എന്താ പറയാ നമുക്ക് ചാൻസിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ സെറ്റാണ്. ഒരു റമദാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സംഭവം എത്തിയിട്ടുണ്ട്, കാർണിവൽ ക്യാമ്പയിൻ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം, റിവിഷൻ ഓഫ് വിർച്വൽ കറൻസി മിഷനൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ മച്ചാമാരെ നിങ്ങൾ എന്താ പറയാ നമ്മുടെ കോയിന്റെ ഹാക്ക് ഒന്നും ചെയ്യാൻ കേട്ടോ. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കുറച്ച് ഒരു അക്കൗണ്ടുകളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാളും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്കിനി എടുത്തിട്ട് എല്ലാം എടുക്കാം. കാരണം എടുക്കാൻ വേണ്ടിയിട്ട് കാര്യമില്ല, നമ്മുടെ ഓൾറെഡി ഫ്രീ ട്രയലൊക്കെ കുബോ നെയ്മർ അതൊക്കെ അടിച്ച ഇഷ്ടംമാതിരി പേരുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആരെയും ഗസ്റ്റ് കിട്ടിയെന്ന്. എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് കാർണിവൽ ക്യാമ്പയിന്റെ ഡ്രസ്സൊക്കെ സെറ്റ് ആക്കാം കേട്ടോ. ഞാൻ വിചാരിച്ചു വല്ല 100 കോയിനൊക്കെ കോയിൻ അടിക്കുമെന്ന്. പിന്നെ മച്ചാമാരെ നമുക്ക് എന്തായാലും ഞാൻ ജസ്റ്റ് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും മച്ചാമാരെ നമുക്കിനി വരാൻ പോകുന്ന മിക്കവാറും അടുത്ത പാക്ക് നമ്മുടെ സുവാരസ് ആയിരിക്കും. കാരണം ഓൾറെഡി നമ്മുടെ മെസ്സി വന്നു, നെയ്മർ വന്നു, ഇനി അടുത്ത സുവാരസ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമന്റ് ചെയ്യാട്ടോ മച്ചാമാരെ. നിങ്ങൾക്ക് എത്ര MB ആയിരുന്നു? കാരണം എനിക്ക് എത്ര ഏകദേശം 1 GB അടുത്തോളം ആയി നമ്മുടെ അപ്ഡേറ്റിൽ കേട്ടോ. പിന്നെ സാബിയുടെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മച്ചാമാരെ, ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഓരോ പോയിന്റ് വിട്ടുകൊണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചത് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് നമ്മുടെ ഫ്രീ ട്രൈ അടിച്ചു നോക്കാം. പറയാൻ പറ്റില്ല ഗൈസ്, എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ നമുക്ക് എപ്പിക് ഉണ്ട് ഗൈസ്, എന്തായാലും കുബോ ഉണ്ട്, നമ്മുടെ യമാലുണ്ട്,
ഗൈസ് ഏകദേശം യമാലൊക്കെ 104 പോകുന്ന കേട്ടെ. നെയ്മർ ആണെങ്കിൽ 106 പോകും. കുബയൊക്കെ അത്യാവശ്യം നല്ല കാർഡാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ ഗൈസ്. ഓൾറെഡി ചെക്കന്മാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ മച്ചന്മാരെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. മച്ചന്മാരെ, എന്തായാലും എന്റെ കയ്യിൽ 100 കോയിൻ ഉണ്ട്. അപ്പൊ ഞാൻ ഫ്രീ ട്രൈ ജസ്റ്റ് വെറുതെ അടിച്ചു നോക്കിയാണ്, അതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ, നിങ്ങൾക്ക് ഫ്രീ ട്രൈയിൽ അടിച്ചവർ എത്ര നമ്മുടെ ലക്കി യൂസേഴ്സ് ഉണ്ട്. മച്ചന്മാരെ, അപ്പൊ എന്തായാലും ഞാൻ എന്താ പറയുക, ഇത് അടിക്കുന്ന ട്രിക്കാണ്. 100 കോയിലാണ് മച്ചാനെ, ഞാൻ 900 കോയിലാണ് അവൻ എടുത്തു കൊടുത്തത്. നമുക്ക് റിഡീം കോഡിന്റെ കാര്യം ഗൈസ്, ഒന്ന് ഞാൻ ആ ഗിവ് അവേ ആണ്, പിന്നെ നമുക്ക് എന്റെ ആപ്പിൽ സെറ്റ് ആയി ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഗൈസ്. അവൻ എന്തൊക്കെയോ സംഭവം ചെയ്തിട്ടാണ് മച്ചാമാരെ. ഇപ്പൊ എന്താ പറയാ, ഫസ്റ്റ് ഞാൻ എന്താ പറയാ, നമ്മുടെ എന്തായാലും നല്ല കാർഡുകളാണ് വന്നിരിക്കുന്നത്. നെയ്മർ ആയാലും നമ്മുടെ കുബോ ആയാലും യമാൽ ആയാലും എത്രയും നല്ല കാർഡുകളാണ്. യമാൽ ഓൾറെഡി നല്ലൊരു കാർഡാണ് ഗൈസ്. അപ്പൊ യമാലിന് ഫസ്റ്റ് ടൈം ഞാൻ എടുക്കുന്നു, ബാക്ക് ഇറങ്ങുന്നു. റെക്കോർഡാണ്, കുറച്ചേരം വെക്കാട്ടോ ഗൈസ്. ഇറങ്ങുന്നു, വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഇറങ്ങുന്നു ഗൈസ്. അപ്പൊ 4 പ്രാവശ്യം ഞാൻ ഓൾറെഡി ആക്കി യമാലിനെ. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ ഗൈസ് അടുത്തതിന് ശേഷം ഞാൻ നെയ്മറിനെ എടുക്കുന്നു. ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഗൈസ്. ഞാൻ ഏകദേശം നെയ്മറിനെ എടുത്തതിന് മാത്രം ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങൾ നോക്കട്ടോ ഗൈസ്. ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്തു നോക്കുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് ചിലപ്പം 100 കോയിൻ അടിച്ചാൽ അത്രയും ഭാഗ്യമാണ് ഗൈസ്. കാരണം ഞാൻ എടുത്ത വീഡിയോകളിൽ എല്ലാം ഇട്ടേനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറച്ച് എന്തായാലും എല്ലാ ആൾക്കാർക്കും 100 കോയിലേക്ക് കിട്ടിയവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ കിട്ടിയാൽ നിങ്ങൾ അതിലൊരു ആളാവും ഗൈസ്. അപ്പം ന്യൂനോ ടവാരസിനൊക്കെ എടുക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫസ്റ്റ് തൊട്ട് ഈ ഒരു ലാസ്റ്റ് വരെ ഇങ്ങനെ പ്രോസസ്സിൽ കണ്ടു നോക്കട്ടെ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് മച്ചാമാരെ. ഉറപ്പായിട്ട് എന്താ പറയാ, നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഒരു 50K ആണ് നമ്മുടെ ടാർഗറ്റ്. ഇപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ആ ടാർഗറ്റിൽ എത്തിച്ച് ഉറപ്പായിട്ട് ഞാൻ എന്താ പറയുക, നമ്മുടെ വരുന്ന ലൈവിലല്ല, ഞാൻ അടുത്ത വീഡിയോയിൽ ഉറപ്പായിട്ടും നമ്മുടെ അത് സെറ്റ് ചെയ്തിട്ട് ആ ആപ്പ് വെച്ച് എന്താ പറയുക, നിങ്ങൾ ആരാണ് ആ ഒരു ലക്കി യൂസർ 2 പേര് ജസ്റ്റ് ഇതാക്കിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് കൂടുതൽ എന്താ പറയുക, നമ്മൾ ഉറപ്പായിട്ട് ഇതേ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇനി ടാർഗറ്റ് ചെയ്ത് സെറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് റാഫിൻ്റെയൊക്കെ എടുത്തു. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രിക്കിലാണ് നമ്മുടെ മച്ചാനൊക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും കിട്ടിയവരൊക്കെ ഹാപ്പിയാണ്. കാരണം ഓൾറെഡി നെയ്മർ അത്യാവശ്യം ഗൈസ് എന്താ പറയുക, നേരത്തെ വന്ന നെയ്മറിനെക്കാട്ടും പവർ ഉണ്ടെന്ന് കേട്ടെ. അത്യാവശ്യം എന്താ പറയുക, നമ്മുടെ ഡ്രിബ്ലിംഗ് സ്കില്ലായാലും പിന്നെ കുബോയൊക്കെ ആയാലും ഗൈസ് എന്താ പറയുക, അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം അനിമി കാർഡ് തന്നെ സെയിം സാധനമാണ്. കാരണം ഡിവിഷൻ പ്ലേയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു കാർഡാണ് കുബോയുടെ ഒക്കെ. അപ്പം അത്യാവശ്യം യമാനായാൽ പോലും നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മുടെ റാഷ്ഫോർഡൊക്കെ കിട്ടിയ സമയത്ത് യമാലിന്റെ ഒരു സ്പെയിൻ കാർഡ് വന്നതാണ്. അത് വന്നവർക്ക് അറിയാം കേട്ടോ ഗൈസ്. യമാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക, സാധാരണ പോലെ വിചാരിക്കുന്ന പോലെ അല്ല. ആ ഒരു കാർഡ് വെച്ചിട്ട് അത്യാവശ്യം എന്താ പറയാ, ഒരു ബിഗിനർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് എന്താ പറയുക പ്രോ പ്ലെയറിനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ കൂടുതലും കണ്ടവരിലും ഈ യമാലിന്റെ സ്പെയിൻ കാർഡ് വെച്ച് നല്ല വെടിക്കെട്ട് കളി കളിക്കുന്ന ചെക്കന്മാരുണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. 100 പേര് കൊടുക്കുകയാണ് ഐശ്വര്യമായിട്ട് ഗൈസ്. അപ്പൊ നമുക്ക് നോക്കാം, കൊനാമി എനിക്ക് തരുന്നത് 2 രൂപ കോയിൻ ഉണ്ട് ആടാ ഗൈസ്. അപ്പം കൊനാമി എനിക്ക് തന്നിട്ടില്ല മച്ചാമാരെ. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 100, 200, 300 കോയിൻ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. കാരണം വന്ന കാർഡ് അത്യാവശ്യം നല്ലൊരു കാർഡ് ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു കോയിൻ ഇടാൻ പറയുന്നത് മച്ചാമാരെ. അതിൽ കൂടുതൽ നിങ്ങൾ ആരും കോയിൻ ഇടരുത്. അപ്പൊ എന്തായാലും കേസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ ഉറപ്പായിട്ടും എന്താ പറയുക, നാളെ നമ്മൾ പുതിയ മാനേജർ ആയ വിൻസെന്റ് കോമനി വന്നു, പിന്നെ നമ്മുടെ സാബി വന്നു. അപ്പൊ നാളെ ഉറപ്പായിട്ടും ഞാൻ എന്താ പറയുക, അവർ തമ്മിലുള്ള എന്താ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ വേറെ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളോ. അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഉറപ്പായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.